ന്യൂട്രല്ല ഓക്കെ. ഇപ്പൊ കേക്കാം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്തേ സാർ. നമസ്തേ. നമസ്കാരം സാർ. നമസ്കാരം. നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ ഇനി പഞ്ചമം 8-ൽ 29 അല്ലേ? അതെ. തത്രാപി ഹവ ആത്മനോ മർഗത്വകാരണം ഭഗവദാരാധന സമീഹ അനുഭാവേനാനുസ്മൃത്യ ഭൃശമനുതപ്യമാന ആഹാം. തത്രാപി അവിടേക്കും ആ ജന്മത്തിലും തീർച്ചയായിട്ടും ആത്മനോ മൃഗത്വ കാരണം തന്റെ തന്നെ ഈ മൃഗത്വത്തിന് ഉള്ള കാരണം, താൻ മൃഗമാവാനുള്ള കാരണം ഭഗവത് ആരാധന സമീഹ അനുഭാവേന അനുസ്മൃത്യ. താൻ ഇപ്പോൾ മൃഗമാവാനുള്ള കാരണം ഭഗവാന്റെ താൻ ചെയ്ത ആരാധനയുടെ മാഹാത്മ്യത്തിന്റെ ഫലമായിട്ടാണ് താൻ ഇവിടെ മൃഗമായി തീരാനുള്ള കാരണം എന്ന് ഓർത്തിട്ട് സമീഹ അനുഭാവേന അനുസ്മൃത്യ ഓർമ്മിച്ചിട്ട് വൃക്ഷം അനുതപ്യമാന ആഹ, വളരെയധികം ദുഃഖിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് ആഹ ഇങ്ങനെ പറഞ്ഞു. ഭഗവാനെ ആരാധിച്ചതിന്റെ മാഹാത്മ്യം കൊണ്ടാണ് ഈ അവസ്ഥയിലും അതേ മൃഗജന്മം തന്നെ കിട്ടിയത്. മറ്റു ദുഷ്ടമൃഗങ്ങളാവാതെ ഇതിനെ ആയിത്തീരാൻ ഈ ഭഗവത് മുൻജന്മത്തിലുള്ള ഭഗവതാരാധന കൊണ്ട് തന്നെയാണ് എന്ന് ഉറപ്പിച്ചിട്ട്, അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു മൃഗജന്മം കിട്ടിയതിൽ ഒരു പശ്ചാത്താപമുണ്ടായി. അങ്ങനെയുള്ള പശ്ചാത്താപത്തോടുകൂടി ഇപ്രകാരം വിചാരിച്ചു മനസ്സിൽ. ആഹാദിച്ച പറഞ്ഞിട്ട് മനസ്സിൽ വിചാരിച്ചു ആത്മഗതമായി. തത്രാപി ഹവ ആത്മനോ മൃഗത്വകാരണം ഭഗവതാരാധന സമീഹ അനുഭാവേനാനുസ്മൃത്യ വൃഷമനുതപ്യമാന ആഹാം. തത്രാപി ഹവ ആത്മനോ മൃഗത്വകാരണം ഭഗവതാരാധന സമീഹ അനുഭാവേനാനുസ്മൃത്യ വൃഷമനുതപ്യമാന ആഹാം. അഹോ കഷ്ടം ദൃഷ്ടോഹം ആത്മവതാമനുപധാത് യദ്വിമുക്ത സമസ്ത സംഗഫ്യം വിവിക്ത പുണ്യാരണ്യ ശരണസ്യ ആത്മവത ആത്മനി സർവേഷാമാത്മനം ഭഗവതി വാസുദേവേ തദനുശ്രവണ മനന സങ്കീർത്തനാരാധനാനുസ്മരണ അഭിയോഗേന ആശു ന്യഫ്യം അശൂന്യ സകല യാമേന കാലേന സമാവേശിതം സമാഹിതം കാർഷ്ണ്യേന മനസ്തത്തു പുനർമമ അബുധസ്യാം ആരാൻ മൃഗസുതമനു പരിഫുസ്രാവാം. അഹോ കഷ്ടം. വീണ്ടും ഒരു ജന്മം കൂടെ വേണ്ടി വന്നു. കഷ്ടമാണ്. അതും കഴിഞ്ഞ ജന്മം കിട്ടിയ അതേ മൃഗാവസ്ഥ തന്നെ ആയതില് ഭ്രഷ്ടോഹം ആത്മവതാം അനുപഥാത്. ആത്മാവിനെ അറിഞ്ഞവരുടെ വഴിയിൽ നിന്നും ഞാനിപ്പോൾ ഭ്രഷ്ടനായിരിക്കുന്നു. ഞാൻ അപ്പുറത്ത് കടന്നിരിക്കുന്നു. അതിന്റെ താഴേക്ക് എന്നെ മാറ്റിയിട്ടിരിക്കുന്നു.
ആത്മവതാം അനുപഥാത് ഭ്രഷ്ടോ അഹം യത് വിമുക്ത സമസ്തസംഗസ്യ. എന്തുകൊണ്ടെന്നാൽ എല്ലാ സംഘങ്ങളും നിന്നും മുക്തി പ്രാപിച്ചിട്ട് വിമുക്ത സമസ്ത സംഗസ്യ വിവിക്ത പുണ്യാരണ്യ ശരണസ്യ ഏകാന്തമായ പുണ്യമായ അരണ്യമായ ആശ്രമത്തിൽ എത്തിച്ചേർന്ന് വസിക്കുന്നവനായിട്ട് ആത്മവതഃ ആത്മാവിനെ അറിഞ്ഞവനായിട്ട് ആത്മനി തൻ്റെ ഉള്ളിൽ സർവേഷാം ആത്മനാം എല്ലാ ആത്മാക്കളുടെയും സ്വരൂപമായ ഭഗവതി വാസുദേവേ ഭഗവാനായ വാസുദേവനിൽ തത് അനുശ്രവണ മനന ആ ഭഗവത് സ്വരൂപത്തെ കുറിച്ച് കേൾക്കുക, മനനം ചെയ്യുക, സങ്കീർത്തനം ചെയ്യുക, ആരാധന ചെയ്യുക, അനുസ്മരണ വീണ്ടും വീണ്ടും സ്മരിക്കുക. അഭിയോഗേന ആ ഭക്തിയോഗം കൊണ്ട് യോഗേന അശൂന്യ സകല യാമേന വീണ്ടും വീണ്ടും ഭഗവത് കഥകൾ കേട്ട് 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 അശൂന്യം ശൂന്യമാക്കാതെ ഇരിക്കുന്ന യാമം, അശൂന്യയാമം, ശൂന്യമാക്കാത്ത യാമം എന്നുവെച്ചാൽ സാർത്ഥകമായ യാമം, യാമത്തെ ശൂന്യമാക്കാതെ കാലേന കാലം കൊണ്ട് സമാവേശിതം സമാഹിതം വന്നു ചേർന്ന കാൽസ്നീന സമ്പൂർണമായ മനസ്സ് തത്തു പുനർമമ അബുധസ്യ ആരാത്മകസുതം അനു പരിശുശ്രാവേ. അറിവില്ലാത്തവനായി തീർന്ന എന്റെ അബുധസ്യ മമ തത്വ പുനഃ ആ മനസ്സാകട്ടെ പിന്നെ മൃഗസുതം അനു മൃഗപുത്രനെ അനുസരിച്ച് ആരാധ ദൂരെ വെച്ച് തന്നെ പരിശുശ്രാവ വീണുപോയി, തെറിച്ചു വീണുപോയി. തൻ്റെ ഒരു ആത്മവിചാരമാണിത്. ഇതുവരെ സംഭവിച്ചതിനെ കുറിച്ചുള്ള ഒരു പശ്ചാത്താപത്തെ കുറിച്ച് പറയുകയാണ്. ആത്മജ്ഞാനിയുടെ വഴിക്കെത്തി, ആ വഴി ഏതാണ്ട് മുക്കാലും പിന്നിട്ട് 90% മേൽ ആ വഴി കൂടെ മുമ്പോട്ട് പോയി. പക്ഷെ അതിൻ്റെ ആഴ് വീണ് പോയല്ലോ. ഇതാർക്കും സംഭവിക്കാവുന്നതാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. അത് കഷ്ടമായിപ്പോയി. അതാണ് ആത്മവതാം അനുപഥാത് അഹം ഭ്രഷ്ട തത് കഷ്ടം. ഞാനാകട്ടെ എല്ലാ വിഷയ ആസക്തിയും ഉപേക്ഷിച്ചവനായിരുന്നു. ജനങ്ങളുടെ ഉപദ്രവമില്ലാത്ത ഏകമായ ഒരു പുണ്യാശ്രമത്തിലാണ് വാസമുറപ്പിച്ചത്. ആത്മാവിനെ അറിയുകയും ചെയ്തു. ഈ 3 ക്വാളിറ്റീസ് എനിക്കുണ്ടായിരുന്നു. വിമുക്ത സമസ്ത സംഗസ്യ വിവിക്ത പുണ്യാരണ്യ ശരണസ്യ ആത്മവതഃ. ഇങ്ങനെയൊക്കെയുള്ള താൻ സകല ഭൂതജാലങ്ങളിലും ഭഗവത് സ്വരൂപത്തെ നിരന്തരം കേൾക്കുക, കാണുക, ചിന്തിക്കുക, പൂജിക്കുക, ധ്യാനിക്കുക എന്നിങ്ങനെയുള്ള ആ ഭക്തിയുടെ മാർഗങ്ങൾ കൂടി കുറേ കാലം വ്യർത്ഥമാക്കാതിരിക്കുകയും സത്യമാക്കുകയും ഭഗവാനിൽ മനസ്സുറപ്പിക്കുകയും ചെയ്തിരിക്കെ ഇങ്ങനെയുള്ള മഹിമ ആലോചിക്കാനുള്ള ബോധമില്ലാത്ത എൻ്റെ മനസ്സ് പിന്നെ ആ മൃഗപുത്രനോടുകൂടി ലാളിച്ച് പ്രീണിപ്പെടുത്തി കളിച്ച് കളഞ്ഞ് ആ നിലയിൽ നിന്നും എത്രയോ താഴെ വീണു പോയിരിക്കുന്നു ഞാൻ. ഭഗവതി വാസുദേവേ ആത്മനി ഭഗവതി വാസുദേവേ തദനുശ്രവണ മനന സങ്കീർത്തന ആരാധന അനുസ്മരണ അഭിയോഗേന അശൂന്യ സകലയാമേന കാലേന സമാവേശിതം സമാഹിതം. അതിൽ പ്രവേശിച്ച് ഉണ്ടാക്കിയെടുത്ത ആ തപശ്ചര്യം മുഴുവനും ഈ മനസ്സുകൊണ്ട്, ഏത് മനസ്സ്? ഈ മാനിലേക്ക് ആവേശിക്കപ്പെട്ട മനസ്സ്, മനഃ തത്തു പുനർമമ അബുധസ്യ, അതെന്റെ ബോധമില്ലാത്തവനായ എൻ്റെ
അടുത്തു വന്ന ഈ മൃഗപുത്രനെ ലാളിച്ച് മുഴുവൻ തെറിച്ചുപോയി, മുഴുവൻ വീണുപോയി. ഇത്ര കാലം ഞാൻ ഉണ്ടാക്കി വെച്ച തപശ്ചര്യയുടെ ഫലം മുഴുവൻ ഈ ഒരു ലാളന കൊണ്ട് ഇല്ലാണ്ടായിപ്പോയി. അത് ഒരു മൃഗക്കുട്ടിയെ. ഭരതന് പോലും ഇങ്ങനെ സംഭവിക്കാമെങ്കിൽ നിത്യജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും എത്രയൊക്കെ ആൾക്കാരെ ലാളിച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള കുടുംബത്തിലുള്ള മക്കള്, മക്കളുടെ മക്കൾ, അവരുടെ മക്കൾ, അത് കൂടാതെ വീട്ടിൽ വളർത്തി വരുന്ന അനേകം ജീവജാലങ്ങൾ, മൃഗങ്ങൾ, ഇതൊക്കെ ലാളിക്കുന്ന തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ, ലാളിക്കുന്ന തെറ്റാണ് എന്നല്ല പറഞ്ഞത്. ലാളിക്കാനുള്ള സമയത്താണ് ലാളിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ സഞ്ചരിച്ച് അതൊക്കെ ഉപേക്ഷിച്ച് വിട്ട് ഈ ലാളനെ മരിക്കുന്നവരെ കൊണ്ടു നടക്കാനുള്ളതല്ല. അതിന് കാലമുണ്ട്. അത് കഴിഞ്ഞാൽ അതൊക്കെ വിട്ടിട്ട് നിങ്ങൾ ആത്മാവിന്റെ പഥത്തിലൂടെ സഞ്ചരിച്ച് ഈ ഭഗവത് സ്വരൂപത്തിൽ ബുദ്ധിയും മനസ്സും ഉറപ്പിച്ച് ലക്ഷ്യത്തിൽ എത്താൻ പാകത്തിന് കൈയെത്താവുന്ന ദൂരത്ത് ചെന്നിട്ട് അവിടെ വെച്ച് തൻ്റെ മനസ്സ് ഒരു മാൻകുട്ടിയിൽ ആവേശിച്ച് ഇത് മുഴുവൻ തെറിച്ചുപോയില്ലേ. ഇത്ര കാലവും ചെയ്ത ഈ തപശ്ചര്യകൾ, നാമസങ്കീർത്തനങ്ങൾ, അത് മുഴുവനും ഭ്രഷ്ടമായി പോയി. അത് മുഴുവൻ അവിടെ തെറിച്ചു പോവാനുള്ള കാരണമായി തീർന്നു. അഹോ കഷ്ടം, ഇതൊരു കഷ്ടം തന്നെയല്ലേ എന്ന് ഇതുവരെ സംഭവിച്ചതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്ത് ഒരു ആത്മബോധത്തിലേക്ക് ഉറയ്ക്കാൻ ശ്രമിക്കലായിരുന്നു ഈ ജന്മത്തിൽ ആ ഭരതൻ എന്ന മാൻകുട്ടി നിർവഹിച്ചത്. അഹോ കഷ്ടം ഭ്രഷ്ടോഹം ആത്മവതാമനുപഥാത് യദ്വിമുക്ത സമസ്ത സംഗഫ്യാം വിവിക്ത പുണ്യാരണ്യ ശരണഫ്യാം ആത്മവത ആത്മനി സർവേഷാമാത്മനാം ഭഗവതി വാസുദേവേ തദനുശ്രവണ മനന സങ്കീർത്തനാരാധനാനുസ്മരണാഭിയോഗേന അശൂന്യ ഫകലയാമേന കാലേന സമാവേശിതം സമാഹിതം കാർഷ്ണീന മനഃ തത്തു പുനർ മമ അബുധഭ്യ ആരാൻ മൃഗഫതമനു പരിഫുഫ്രാവാം അഹോ കഷ്ടം ഭ്രഷ്ടോഹം ആത്മവതാമനുപഥാത് യദ്വിമുക്ത സമസ്ത സംഗഫ്യാം വിവിക്ത പുണ്യാരണ്യ ശരണഫ്യാം ആത്മവത ആത്മനി സർവേഷാമാത്മനാം ഭഗവതി വാസുദേവേ തദനുശ്രവണ മനന സങ്കീർത്തന ആരാധനാനുസ്മരണാഭിയോഗേന അശൂന്യ ഫകലയാമേന കാലേന സമാവേശിതം സമാഹിതം കാർഷ്ണീന മനസ്തത്വോ പുനർ മമ അബുധഭ്യ ആരാൻ മൃഗഫുതമനു പരിഫ്രാവാം ഇത്യേവം നിഗൂഢ നിർവേദോ വിസൃജ്യ മൃഗീം മാതരം പുനർ ഭഗവത് ക്ഷേത്രം ഉപശമശീല മുനിഗണദൈതം പാളഗ്രാമം പുലസ്ത്യ പുലഹാശ്രമം കാലഞ്ചരാത് പ്രത്യാജഗാമാം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇത്യേവം ഇങ്ങനെ പലതും ചിന്തിച്ചിട്ട് നിഗൂഢ നിർവേദ ഏറ്റവും നിഗൂഢമായ പശ്ചാത്താപം. നിർവേദം പശ്ചാത്താപം കൊണ്ട് കിട്ടുന്ന അവസ്ഥയാണ്. അങ്ങനെ നിഗൂഢമായ നിർവേദം പ്രാപിച്ചവനായിട്ട് വിസൃജ്യ മൃഗീം മാതരം, മാൻപേട എന്ന അമ്മയെ ഉപേക്ഷിച്ചിട്ട് വിസൃജ്യ ഉപേക്ഷിച്ചിട്ട് മൃഗിയായ മാതാവിനെ ഉപേക്ഷിച്ചിട്ട് പുനഃ വീണ്ടും ഭഗവത് ക്ഷേത്രം, വീണ്ടും ഈ ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക്, ഈ ആശ്രമത്തിലേക്ക്, ഈ പുലസ്ത്യ മുനിയുടെ അല്ലെങ്കിൽ ഈ പുലഹാശ്രമത്തിലേക്ക് വീണ്ടും അദ്ദേഹം തിരിച്ചെത്തുക. പുനർ ഭഗവത് ക്ഷേത്രം ഉപശമശീല മുനിഗണദൈതം, ഉപശമശീല മുനിഗണദൈതം, ഉപശമം ശീലിച്ചവരായ മുനിമാർക്ക് പോലും ഇഷ്ടപ്പെട്ടവനായിട്ട് ദൈതം ഫാളഗ്രാമം, ഫാലമരങ്ങളാൽ അടയാളപ്പെടുത്തിയതായ പുലസ്തന്റെ പുണ്യമായ പുലഹാശ്രമം
കലഞ്ചര പർവ്വതത്തിന്റെ സമീപത്തിലുള്ള ആശ്രമത്തിലേക്ക് പ്രത്യാജകാമ എത്തിച്ചത്. അങ്ങനെ വീണ്ടും പൂർവസ്മൃതി കൊണ്ട് ഈ പ്രഹാശ്രമത്തിലേക്ക് തന്നെ വന്നത്. ഇത്യേവം നിഗൂഢ നിർവേദോ വിസൃജ്യ മൃഗീം മാതരം പുനർ ഭഗവത് ക്ഷേത്രം ഉപശമശീലമുനിഗണദൈതം പാലഗ്രാമം പുലസ്ത്യവരഹാശ്രമം കാലഞ്ചരാത് പ്രത്യാജകാമാം. ഇത്യേവം നിഗൂഢ നിർവേദോ വിസൃജ്യ മൃഗീം മാതരം പുനർ ഭഗവത് ക്ഷേത്രം ഉപശമശീലമുനിഗണദൈതം പാലഗ്രാമം പുലസ്ത്യവരഹാശ്രമം കാലഞ്ചരാത് പ്രത്യാജകാമാം. തസ്മിന്ന വികാരം പ്രതീക്ഷമാണ സങ്കച്ചാം ഭൃശമുദ്വിഗ്ന ആത്മഫഹര ശുഷ്കപർണതൃണവീരുധാവർത്തമാനോ മൃഗത്വ നിമിത്താവസാനമേവ ഗണയൻ മൃഗശരീരം തീർത്ഥോദകക്ലിന്നം ഉത്സർജാം. തസ്മിന്നപി ആ ആശ്രമത്തിൽ വസിക്കുമ്പോൾ കാലം പ്രതീക്ഷമാണ്, മരണത്തെ പ്രതീക്ഷിച്ചുണ്ടാകും. എങ്ങനെയെങ്കിലും ഈ മൃഗശരീരം ഉപേക്ഷിക്കണം. അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഫംഗാസഭൃഷമുദ്വിഗ്ന എല്ലാ ഫംഗത്തിൽ നിന്നും ഉദ്വിഗ്നായി. സകലമാന ഫംഗവും ഭയപ്പെട്ടു. ആരുടെയും അടുത്തേക്ക് പോയില്ല. പോയാൽ അവരോട് അറ്റാച്ച്മെന്റ് ഉണ്ടാകും എന്ന് പേടിയാണ്. അതുകൊണ്ട് ഫംഗാസഭൃഷമുദ്വിഗ്ന ആത്മഫഹദര ഒറ്റയ്ക്കേ നടക്കുള്ളൂ. ആരുടെയും കൂടെ പോയില്ല. പോയാൽ അവരുമായിട്ട് അടുപ്പമുണ്ടാകും. അങ്ങനെയാണ് ഈ തൊട്ടു മുമ്പത്തെ ജന്മത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് എല്ലാ സംസർഗത്തിൽ നിന്നും ദൂരേക്ക് മാറി ആത്മഫഹചരനായിട്ട് ശുഷ്ക പർണതൃണ വീരുധാവർത്തമാന, ശുഷ്കമായ പർണങ്ങൾ, ഉണങ്ങിയ ഇലകള്, അവരെ തൃണവീരുധാം ഉണങ്ങിയ പുല്ലുകൾ, ഇതൊക്കെ മാത്രമായ ഭക്ഷണം. എങ്ങോട്ടും പോയില്ല. ഭക്ഷണം പോയി കാട്ടിലേക്ക് പോയാൽ ആരെങ്കിലും കണ്ടാലോ? വേണ്ട, കാണുന്നില്ല, പേടിയാ. ആരെയും കാണാതിരിക്കണം. അങ്ങനെ ആശ്രമത്തിന്റെ താൻ നിൽക്കുന്നത് കിട്ടുന്ന ഉണങ്ങിയ പുല്ലോ ഇലയോ മാത്രം ഭക്ഷിച്ചുകൊണ്ട് വർത്തമാനവും മൃഗത്വ നിമിത്ത അവസാനമേവ, മൃഗമാകുവാനുണ്ടായ കാരണത്തിന്റെ അവസാനത്തെ തന്നെ ഗണയൻ കണക്ക് കൂട്ടിക്കൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മൃഗശരീരം, ആ മൃഗശരീരത്തെ തീർത്ഥോദകക്ലിന്നം, തീർത്ഥജലത്താൽ നനഞ്ഞിരിക്കുന്ന ആ മൃഗദേഹത്തെ ഉത്സർജ, ആ തീർത്ഥത്തിൽ തന്നെ ഉപേക്ഷിച്ചു. രണ്ടാമത്തെ ജന്മം കഴിഞ്ഞു, മൂന്നാമത്തെ ജന്മം തീർന്നു. അന്ത്യകാലത്തെ കാത്തുകൊണ്ടാണ് ആശ്രമത്തിൽ നിന്നത്. എപ്പോഴെങ്കിലും മരണം വന്ന് പിടികൂടണം, ഈ ശരീരം ഉപേക്ഷിക്കണം. അതുകൊണ്ട് ഒന്നിലും ആസക്തി വെച്ചില്ല. ഒറ്റയ്ക്ക് സഞ്ചരിക്കും. ആരോടും ഒരു സംഘത്തിനോ സംസർഗത്തിനോ പോകില്ല. തൊട്ടടുത്ത് കിട്ടുന്ന ഉണങ്ങിയതായാലും പച്ചയായാലും ഇലയായാലും പുല്ലായാലും അത് മാത്രം കഴിക്കും. മൃഗമായി താൻ ജനിക്കാനുണ്ടായ തൻ്റെ പ്രാരബ്ധം തീരുന്നതുവരെ അങ്ങനെ തന്നെ അവിടെ കഴിച്ചു കൂട്ടും. കുറച്ചു നാളുകളെ വേണ്ടി വന്നുള്ളൂ. കഴിഞ്ഞ മുമ്പത്തെ ജന്മത്തിൽ താൻ അനുഷ്ഠിച്ച സത്കർമ്മങ്ങളുടെ ഫലം ഇപ്പോഴും ബാക്കി കിടപ്പുണ്ട്. അതുകൊണ്ട് അത് അനുഭവിച്ചു തീർക്കാം. പക്ഷേ ഈ മാൻകുട്ടിയോടുള്ള അമിതമായ വാത്സല്യം കൊണ്ട് കിട്ടിയതാണ് ഈ ജന്മം. അതുകൊണ്ടാണ് രണ്ടാം ജന്മം വേണ്ടിയത്, അല്ല വേണ്ടി വരില്ല. അത് എന്ത് ചെയ്യണം? ഏകാന്തമായി അനുഭവിച്ച് തീർക്കണം. ചിലപ്പോൾ 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ വേണ്ടി വരുള്ളൂ. അങ്ങനെ അവസാനം വരെ കഴിച്ചുകൂട്ടി അന്തിമ സമയമായെന്ന് അറിഞ്ഞ ഉടൻ തന്നെ ആ തൊട്ട് അവിടെ കണ്ട പുഴയാകുന്ന തീർത്ഥത്തിലിറങ്ങി ശരീരത്തിന്റെ പകുതി ഭാഗം മുങ്ങുന്ന വിധത്തിൽ ആഴത്തിൽ ചെന്നു നിന്ന് പതുക്കെ 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 താഴേക്ക് താഴേക്ക് ഇറങ്ങി ആ മൃതദേഹത്തെ ആ ജലത്തിൽ ഉപേക്ഷിച്ചു താൻ മുക്തനായി.
തസ്മിൻ വികാരം പ്രതീക്ഷമാണം ഭംഗാച്ചഭ്രസമുദ്വിഗ്ന ആത്മഫഹതര ശുഷ്കപർണതൃണവീരുധാ വർത്തമാനോ മൃഗത്വ നിമിത്താവസാനമേപഗണയൻ ശരീരം തീർത്ഥോദകക്ലിന്നം ഉത്സസർജാം തസ്മിൻ വികാരം പ്രതീക്ഷമാണ ഭംഗാച്ചഭ്രസമുദ്വിഗ്ന ആത്മഫഹതര ശുഷ്കപർണതൃണവീരുധാം വർത്തമാനോ മൃഗത്വനിമിത്താവസാനമേപഗണയൻ മൃഗശരീരം തീർത്ഥോദകക്ലിന്നം ഉത്സസർജാം. ആ 3 ജന്മത്തോടുകൂടി ആ കഥ അവസാനിപ്പിച്ചിട്ട് അതിന്റെ അനന്തരഫലത്തിലേക്ക് വീണ്ടും കിടക്കുകയാണ് അടുത്ത അധ്യായത്തിൽ. 9-ാം അധ്യായത്തിൽ ശ്രീശുകൗവാച അഥ കസ്യചിത് ദ്വിജവരസ്യാം ആംഗിരപ്രവരസ്യാം ശമദമതപ സ്വാധ്യായാധ്യയന ത്യാഗസന്തോഷത്തിദിക്ഷാപ്രശ്രയ വിദ്യാനഭൂയ ആത്മജ്ഞാന ആനന്ദയുക്തസ്യാം ആത്മപദേശ ശ്രുതശീല ആചാരരൂപ ഔദാര്യഗുണ നവസോദര്യാം അംഗജാ വിഭോ മിഥുനം ച യവീയസ്യാം ഭാര്യായാം. അഥ അനന്തരം ആംഗിരപ്രവരസ്യ അംഗിരവംശത്തിൽ ഉണ്ടായവരിൽ വെച്ച് കസ്യചിത് ഏതോ ഒരു ദ്വിജവരസ്യ ബ്രാഹ്മണന്റെ, ആ ബ്രാഹ്മണൻ അംഗിരഗോത്രത്തിൽ ഉണ്ടായവനാണ്. അതിൽ പ്രവരൻ ശ്രേഷ്ഠനാണ്. അംഗിരസ മഹർഷിയുടെ ഗോത്രത്തിൽ ജനിച്ച ശ്രേഷ്ഠനായ ഏതോ ഒരു ബ്രാഹ്മണന്റെ, ആ ബ്രാഹ്മണനാകട്ടെ ശമ ദമ തപ സ്വാധ്യായ അധ്യയന ത്യാഗ സന്തോഷ തിദിക്ഷ പ്രശ്രയ വിദ്യ അനസൂയ ജ്ഞാന ആനന്ദയുക്തസ്യ, ഇത്രയും ഗുണത്തോടു കൂടിയവനായ ഒരു ദ്വിജവരസ്യ ബ്രാഹ്മണ ശ്രേഷ്ഠൻ. ആ ബ്രാഹ്മണന്റെ ഗുണങ്ങളാണ് പറഞ്ഞത്. ശമം ശീലിച്ചവനാണ്, മനസ്സിനെ നിയന്ത്രിച്ചവനാണ്. ദമം ശീലിച്ചവനാണ്, ഇന്ദ്രിയ നിഗ്രഹം ശീലിച്ചവനാണ്. തപസ്സു ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. സ്വാധ്യായമായി വേദം അധ്യയനം ചെയ്യുന്നവനാണ്. സ്വാധ്യായ അധ്യയനം. ത്യാഗം ചെയ്യുന്നവനാണ്, ദാനം ചെയ്യുന്നവനാണ്. സന്തോഷത്തിന്റെ തൃപ്തി ഉള്ളവനാണ്. എന്തിനേയും സഹിക്കാനുള്ള തിദിക്ഷ ഉള്ളവനാണ്. പ്രശ്രയം എന്ന് വെച്ചാൽ വിനയം, വിനയാന്വിതനാണ്. വിദ്യയുള്ളവനാണ്. ഏത് കർമ്മവും ചെയ്യാൻ പ്രാപ്തമായ അറിവ് നേടിയവനാണ്. അനസൂയനാണ്, അസൂയയില്ലാത്തവനാണ്. ജ്ഞാനിയാണ്, ആത്മജ്ഞാനം നേടിയവനാണ്. ആനന്ദത്തോടു കൂടിയവനാണ്, എപ്പോഴും ആനന്ദിച്ചിരിക്കുന്ന ഒരു ദ്വിജവരസ്യ. അങ്ങനെയുള്ള ബ്രാഹ്മണൻ ഇത്രയും വിശേഷം കൊടുത്താണ് പറഞ്ഞത്. അംഗിരവംശത്തിലുണ്ടായ ഉത്കൃഷ്ടനായ ഏതോ ഒരു ബ്രാഹ്മണൻ. കസ്യചിത് ദ്വിജവരസ്യ ആംഗിര പ്രവരസ്യാം ശമ ദമ തപ സ്വാധ്യായ അധ്യയന ത്യാഗ സന്തോഷ തിദിക്ഷ പ്രശ്രയ വിദ്യ അനസൂയ ആത്മജ്ഞാന ആനന്ദയുക്തസ്യ കസ്യചിത് ദ്വിജവരസ്യ. ആത്മസദൃശ ശ്രുതശീലാചാര. ആത്മസദൃശം തന്നോട് തുല്യമായ, ശ്രുതം പഠിപ്പ്, ശീലം സ്വഭാവം, ആചാരം അനുഷ്ഠാനങ്ങൾ, രൂപം സൗന്ദര്യം, ഔദാര്യഗുണാഹം ഉദാരത എന്ന ഗുണത്തോടു കൂടിയ നവ സോദര്യാഹ 9 സഹോദരിമാർ. ആത്മസദൃശ ശ്രുതശീല ആചാര രൂപ ഔദാര്യ ഗുണാഹം നവസോദര്യ അംഗജ, പുത്രന്മാരായിട്ട് ശരീരത്തിൽ ജനിച്ചവരായിട്ട് ബഭൂഹു ഭവിച്ചു. ആ ബ്രാഹ്മണന് 9 പുത്രന്മാരുണ്ടായി. മിഥുനം ച, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. യവീയഫ്യാം ഭാര്യ, ഇളയ ഭാര്യയിൽ 2 ഭാര്യമാരുണ്ടായിരുന്നു. ഏറ്റവും ഇളയ ഭാര്യയിൽ
ഒരു പുത്രനും ഒരു പുത്രിയും കൂടി ഉണ്ടായി. അങ്കിരഗോത്രത്തിൽ ജനിച്ച ഒരു ദ്വിജവരന് 9 പുത്രന്മാരും ഇളയ ഭാര്യയിൽ ഒരു പുത്രനും ഒരു പുത്രിയും ഉണ്ടായി. മൃഗശരീരം ഉപേക്ഷിച്ചതിന് ശേഷമാണ് അങ്കിരഗോത്രത്തിൽ ഇത്രയും ഗുണങ്ങളുള്ള ഉത്കൃഷ്ടനായ ഒരു ബ്രാഹ്മണന്റെ പുത്രനായിട്ട് ഭരതൻ ജനിക്കുന്നു എന്ന് ഭരതന്റെ അടുത്ത ജന്മവൃത്താന്തം പറയാൻ പോവാണ്. അതുകൊണ്ടാണ് ഇത്രയും വിസ്തരിച്ച് ആ ജന്മവൃത്താന്തത്തെ ഒന്ന് അവതരിപ്പിക്കുന്ന കാര്യം. അഥാ കഫ്യജിത് ദ്വിജവരഫ്യാം ആംഗിരഃ പ്രവരഫ്യാം ശമതമതവ സ്വാധ്യായ അധ്യയനത്യാഗ സന്തോഷ തിദിക്ഷ പ്രശ്രയാം വിദ്യാനഭൂയാത്മജ്ഞാനാനന്ദയുക്തഫ്യാം ആത്മഫലശിഷ ശ്രുതശീലാചാരരൂപ ഔദാര്യഗുണാം നവസോദര്യാഃ അംഗജാഃ ബഭൂവു മിഥുനം ച യവീയഫ്യാം ഭാര്യായാം അഥ കഫ്യജിത് ദ്വിജവരഫ്യാം ആംഗിരപ്രവരഫ്യാം ശമ ദമ തപ സ്വാധ്യായ അധ്യയന ത്യാഗ സന്തോഷ തിദിക്ഷ പ്രശ്രയ വിദ്യാനഭൂയ ആത്മജ്ഞാന ആനന്ദയുക്തഫ്യാം ആത്മഫദൃശ ശ്രുതശീല ആചാര രൂപ ഔദാര്യഗുണാം നവസോദര്യ അംഗജാഃ ബഭൂവു മിഥുനം ച യവീയഫ്യാം ഭാര്യായാം അഥ കഫ്യജിത് ദ്വിജവരഫ്യാംഗിരപ്രവരഫ്യാം ശമതമ തപസ്വാധ്യായ അധ്യയന ത്യാഗ സന്തോഷ തിദിക്ഷ പ്രശ്രയാം വിദ്യാനഭൂയ ആത്മജ്ഞാന ആനന്ദയുക്തഫ്യ ആത്മസദൃശം ശ്രുതശീലാചാരരൂപ ഔദാര്യഗുണ നവസോദര്യ അംഗജാ ബഭൂവു മിഥുനം ച യവീയഫ്യാം ഭാര്യായാം യസ്തു തത്ര പുമാംസ്തം പരമഭാഗവതം രാജർഷ്യപ്രവരം ഭരതം ഉത്സൃഷ്ടമൃഗശരീരം ചരമശരീരേണ വിപ്രത്വം ഗതമാഹോ. യസ്തു യാതൊരുവനാകട്ടെ തത്ര അവിടെ അതിൽ പുമാൻ ആ രണ്ടാമത്തെ ഭാര്യയിലുണ്ടായ പുത്രൻ പുമാൻ തം അവനെ പരമഭാഗവതം രാജർഷ്യപ്രവരം ഭരതം ഉത്സൃഷ്ടമൃഗശരീരം വിപ്രത്വം ഗതം ആഹു. ആ ഉണ്ടായ പുത്രൻ ഭരതന്റെ അടുത്തൊരു ജന്മമായിരുന്നു. പരമഭാഗവതനായ രാജർഷ്യപ്രവരനായ ശരീരം ഉപേക്ഷിച്ചവനായ ചരമശരീരേണ അവസാനത്തെ ശരീരത്തിൽ ഇതും കൂടെ ഉള്ളൂ എന്നാ. ഇനി അദ്ദേഹത്തിന് ശരീരം സ്വീകരിക്കേണ്ടി വരില്ല. അതാണ് ചരമശരീരം, അന്തിമമായി എടുത്ത ഈ ശരീരം. അത് വിപ്രത്വം ബ്രാഹ്മണത്വത്തെ സ്വീകരിച്ചിട്ട് ഗതം ആഹു എത്തിച്ചേർന്നവനായി പറയുന്നു. ഈ ജന്മം ഈ അങ്കിരഗോത്രത്തിലുണ്ടായ സർവഗുണസമ്പൂർണനായ ബ്രാഹ്മണന്റെ രണ്ടാമത്തെ ഭാര്യയിൽ ഉണ്ടായ പുത്രൻ ഭരതനാണെന്ന് പറയപ്പെടുന്നു. യസ്തു തത്ര പുമാംസ്തം പരമഭാഗവതം രാജർഷ്യപ്രവരം ഭരതം ഉത്സൃഷ്ടമൃഗശരീരം ചരമശരീരേണ വിപ്രത്വം ഗതമാഹോ. യസ്തു തത്ര പുമാംസ്തം പരമഭാഗവതം രാജർഷ്യപ്രവരം ഭരതം ഉത്സൃഷ്ടമൃഗശരീരം ചരമശരീരേണ വിപ്രത്വം ഗതമാഹോ. തത്രാപി ഈ ഏതെങ്കിലും ഒരു ജന്മത്തിൽ കുറച്ചു സമയമെങ്കിലും സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നാമങ്ങൾ ചൊല്ലി ഭഗവത് കഥകൾ കേൾപ്പിച്ച് അങ്ങനെ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ ആ പൂർവജന്മത്തിന്റെ അഭ്യാസത്തിന്റെ പരിണതഫലമായി ആ വിധത്തിലുള്ള ജന്മമായിരിക്കും ഇനി കിട്ടാൻ പോവുക. ജന്മം ഒടുങ്ങിയിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ ജന്മം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഇനി ശേഷിക്കുന്ന കാലം മുഴുവൻ, എത്ര നമുക്കറിയില്ല, ആ കാലം മുഴുവൻ ഇങ്ങനെ പരമഭാഗവതന്മാരായിട്ട് കഴിയാൻ സാധിച്ചാൽ
ഈ ജന്മത്തിൽ മുക്തി ലഭിച്ചില്ലെങ്കിൽ അടുത്തൊരു ജന്മത്തിൽ വളരെ എളുപ്പം മുക്തിയിലേക്ക് കടക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഫൽക്കുലത്തിൽ ജനിക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഈ കഥ കൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്താൻ പോകുന്ന വിഷയങ്ങൾ. അതുകൊണ്ടാണ് അദ്ദേഹം രാജർഷിയായ ഭരതൻ ഉത്കൃഷ്ടമായ കുലത്തിൽ ബ്രാഹ്മണനായി ജനിച്ചു എന്ന് കാണിക്കുന്നതാണ്. പൂർവാഭ്യാസം കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ജന്മം ലഭിക്കാൻ കാരണം. അതുകൊണ്ട് ഇപ്പോഴീ ചെയ്യുന്ന സൽക്കർമ്മത്തിന്റെ ഫലം ഇപ്പൊ കിട്ടണം എന്നില്ല. അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കും, പിന്നൊരിക്കൽ അനുഭവിക്കേണ്ടി വരും, ഉറപ്പാണ്. ഈ ഭരതൻ ആദ്യത്തെ ജന്മത്തിൽ ചെയ്ത് മുഴുവൻ രണ്ടാമത്തെ ജന്മത്തിൽ നഷ്ടപ്പെട്ടു പോയി. മൂന്നാമത്തെ ജന്മത്തിൽ വീണ്ടെടുക്കാൻ ശ്രമിച്ചു. നാലാമത്തെ ജന്മത്തിൽ അത് പൂർത്തീകരിക്കാൻ പോവാം. യസ്തു തത്രപുമാംസ്തം പരമഭാഗവതം രാജർഷിപ്രവരം ഭരതമുത്സൃഷ്ടമൃഗശരീരം ചരമശരീരേണ വിപ്രത്വം ഗതമാഹോ തത്രാപി സ്വജനഭംഗാച്ച ഭൃശം ഉദ്വിജമാനോ ഭഗവതഃ കർമ്മബന്ധവിധ്വംസന ശ്രവണ സ്മരണ ഗുണവിവരണ ചരണാരവിന്ദയുഗളം മനസാവിദധത് ആത്മനാം പ്രതിഘാതമാശങ്കവാനോ ഭഗവത് അനുഗ്രഹേണ അനുസ്മൃതസ്വപൂർവജന്മാവലി ആത്മാനം ഉന്മത്തജഡ അന്ധബധിരസ്വരൂപേണ ദർശയാമാസ ലോകഭ്യാം. തത്രാവി ഈ ജന്മത്തിലും സ്വജന സംഘാച്ച ഭൃശം ഉദ്വിജമാനോ മുമ്പലത്തെ പോലെ സ്വജനങ്ങളോട് സംഘമുണ്ടാകുന്നതിൽ ഭയപ്പെട്ടു ഉദ്വേഗമുള്ളവനായി. സ്വജന സംഘാദിച്ച ഭൃശം ഉദ്വിജമാനോ സ്വജനങ്ങളോടുള്ള സംഘത്തിൽ ഉദ്വേഗമുണ്ടായവനായിട്ട് ഭഗവതഃ ഭഗവാന്റെ കർമ്മബന്ധ വിധ്വംസന കർമ്മബന്ധങ്ങളെ വിധ്വംസിപ്പിക്കുന്ന ശ്രവണ സ്മരണ ഗുണവിവരണ ചരണാരവിന്ദയുഗളം മനസാ വിദധത്. എന്താണ് ശ്രവണ സ്മരണ ഗുണവിവരണ ചരണാരവിന്ദയുഗളം? ഭഗവത് കഥകൾ കേൾക്കുക, ശ്രവണം ചെയ്യുക, അതിനെക്കുറിച്ച് മനനം ചെയ്യുക, അതിനെക്കുറിച്ച് സ്മരിക്കുക, ആ ഭഗവത് ഗുണങ്ങളെ വിവരണം ചെയ്യുക. തദ്വാര ചരണാരവിന്ദയുഗളം മനസാ വിദധത്. ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ രണ്ടും മനസ്സിൽ പ്രതിഷ്ഠിച്ചു, ഉറപ്പിച്ചു. വിദധത് ഈ ജന്മത്തിൽ ആരോടും പങ്കുണ്ടാകുന്നത് ഭഗവാനോട് മാത്രമേ ഉണ്ടാകൂ. ആരോടും ഒരു ചേർച്ചയും ഒരു സംബന്ധവും ഒരടുപ്പവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ആശങ്കിച്ചുകൊണ്ട് കർമ്മബന്ധത്തെ സമൂലമില്ലാതാക്കുന്നതാണ് ശ്രവണവും സ്മരണവും ഗുണവിവരണവും ഒക്കെ. അവയോട് കൂടിയ പാദപത്നം ദ്വയത്തെ മനസ്സുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ആത്മനഃ പ്രതിഘാതം ആശങ്കമാനോ, തനിക്ക് തടസ്സമുണ്ടാകുമോ എന്ന് ആശങ്കിച്ചുകൊണ്ട്, ഇത് ഇത്രയും കാലം പറ്റിയത് അതാണ്, ആ തടസ്സമുണ്ടാകുമോ എന്ന് ആശങ്കിച്ചുകൊണ്ട് പ്രതിഘാതം ആശങ്കമാനോ ഭഗവത് അനുഗ്രഹേണ, ഭഗവത് അനുഗ്രഹം കൊണ്ട് അനുസ്മൃത പൂർവജന്മാവലികൾ സ്മരിച്ചു. ജന്മാവലി, ജന്മക്കൂട്ടം, ഇത് ഭരതന് പറ്റി. പൂർവജന്മങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ജന്മാവലികളെ ഓർമ്മിച്ചുകൊണ്ട് ആത്മാനം തന്നെ ഉന്മത്ത ജഡ അന്ധ ബധിര സ്വരൂപേണ, ഉന്മത്തനെ പോലെ, ഭ്രാന്തനെ പോലെ, ജഡനെ പോലെ, അന്ധനെ പോലെ, ബധിരനെ പോലെ ദർശയാമാസ ലോകഭ്യ, ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഈ ജന്മത്തിലെങ്കിലും രക്ഷപ്പെടണം എന്ന് വിചാരിച്ചു. ഇനിയും ഈ ജന്മമരണമാകുന്ന പരമ്പരയിൽ കഷ്ടപ്പെടാൻ ആവില്ല. അതുകൊണ്ട് ഒരു കൂട്ടുകെട്ടും ഉണ്ടാവരുത്. അഥവാ ഉണ്ടായാൽ അപ്പത്തന്നെ അത് കളയുക.
അതിൽ ആസക്തി ഉണ്ടാകരുത്. ബന്ധങ്ങൾ ബന്ധനം ആവരുത്. നമ്മൾക്ക് സംഭവിക്കുന്ന അതാണ്, ഏത് ബന്ധവും ബന്ധനമായിട്ട് മാറും. ബന്ധമാവാം, ബന്ധുവുമാവാം, പക്ഷെ ബന്ധനമരുത്. ഒറ്റ ബന്ധുക്കൾ നമ്മെ കെട്ടിയിടാൻ കാരണമാവരുത്. അങ്ങനെ ആവരുത് എന്ന് വിചാരിച്ച് സ്വജന സംഘാദൃശമുദ്വിജമാന കർമ്മബന്ധത്തെ വിധ്വംസിക്കുന്നതാണ് ഭഗവത് കഥകൾ കേൾക്കുക, സ്മരിക്കുക, ഗുണവിവരണം ചെയ്യുക, ചരണാരവിന്ദയുഗളത്തെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തുക. ഇത് കർമ്മബന്ധത്തെ വേർപെടുത്താൻ പറ്റും എന്ന്. കർമ്മബന്ധമാണ് വീണ്ടും വീണ്ടും താൻ ഇങ്ങോട്ട് ജനിച്ചു വരാൻ കാരണമായത്. അതിനെ വേർപെടുത്തണമെന്ന ആഗ്രഹത്തോടു കൂടി മറ്റൊന്നിലും ഏർപ്പെടാതെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇതിനു മുമ്പ് കഴിഞ്ഞ എല്ലാ ജന്മങ്ങളും അതിൽ നേരിട്ട സ്ഥിതിഗതികളും ഓർമ്മ വന്നു. അപ്പൊ വിചാരിച്ചു ആരോടും സംഘം ഉണ്ടാകരുത്. സംഘം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെ അഭിനയിച്ച് നടന്നാൽ ആരും അടുത്തേക്ക് വരില്ല. അയാൾ ഭ്രാന്തനാണ് പറയും. അയാളൊരു മന്ദബുദ്ധിയാണ്. അയാളുടെ അടുത്തേക്ക് ഒന്ന് സംസാരിച്ചിട്ടും അടുത്തു കൊണ്ടുവരാൻ ഒരു കാര്യമില്ല. ജഡനെ പോലെ. അതേപോലെ അന്ധനെ പോലെ ആരെന്ത് പറഞ്ഞാലും കേട്ടില്ലെന്നിരിക്കണം. കേട്ടാലേ മറുപടി പറയാൻ തോന്നുള്ളൂ. അടുത്തുകൂടെ പോകുന്നവരൊക്കെ ഇഷ്ടം പോലെ കളിയാക്കും, ചീത്ത പറയും, എന്തൊക്കെ പറയും. ഇതൊന്നും താൻ ചെവിയേക്കാത്തവനെ പോലെ ചിരിച്ചുണ്ട്. ബധിരനെ പോലെ, അന്ധനെ പോലെ എന്ത് കണ്ടാലും ഒന്നും താൻ കണ്ടതായിട്ട് പോലും നയിക്കില്ല. ഈ മട്ടിൽ ലോകത്തിൽ സഞ്ചരിച്ചു. ആസക്തി ഉണ്ടാവാതിരിക്കാനുള്ള 3 കാരണങ്ങൾ ഭരതൻ തിരഞ്ഞെടുത്താണ്. ഉന്മത്തനാവനം, ജഡനാവനം, അന്ധനാകണം, ബധിരനാവണം. പക്ഷെ തനിക്ക് ഇതെല്ലാം കേൾക്കാം, എല്ലാം കാണാം. താൻ മന്ദബുദ്ധിയല്ല, ഭ്രാന്തനുമല്ല. ഇങ്ങനെയാണെന്ന് അഭിനയിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എന്ന് ബോധ്യമായിട്ട് ഭരതൻ ആ മാർഗത്തെ സ്വീകരിച്ചു. തത്രാപി സ്വജനഭംഗാചഭ്രസമുദ്വിജമാനോ ഭഗവത കർമ്മബന്ധവിധ്വംസന ശ്രവണ സ്മരണ ഗുണവിവരണ ചരണാരവിന്ദയുഗളം മനഭാവിദധത് ആത്മന പ്രതിഘാതമാശങ്കമാനോ ഭഗവത് അനുഗ്രഹേണ അനുസ്മൃത സ്വപൂർവജന്മാവലി ആത്മാനമുന്മത്ത ജലബധിര സ്വരൂപേണ ദർശയാമാഫലോകഫ്യാം തത്രാപി സ്വജനഭംഗാചഭ്രസം ഉദ്വിജമാനോ ഭഗവത കർമ്മബന്ധവിധ്വംസന ശ്രവണ സ്മരണ ഗുണവിവരണ ചരണാരവിന്ദയുഗളം മനഭാവിദധാത്മന പ്രതിഘാതമാശങ്കമാനോ ഭഗവത് അനുഗ്രഹേണ അനുസ്മൃത സ്വപൂർവയ പൂർവജന്മാവലി ആത്മാനമുന്മത്ത ജല അന്ധബധിര സ്വരൂപേണ ദർശയാമാഫലോകഫ്യാം തസ്യാപി ഹവ ആത്മജസ്യ വിപ്രഹ പുത്രസ്നേഹ അനുബദ്ധമാന ആഫമാവർത്തനാത് സംസ്കാരാൻ യഥോപദേശം വിദധാനാം ഉപനീതസ്യാം പുനഃ ശൗചാചമനാദീൻ കർമ്മനിയമാൻ അനഭിപ്രേതാനവി സമശിക്ഷേത് അനുശിഷ്ടേന ഹി ഭാവ്യം ഇത് പുത്രേണേതി തസ്യാപി ആ പുത്രനും അവ ആവട്ടെ ആത്മജസ്യ തസ്യാപി ആത്മജസ്യ ആ പുത്രനും വിപ്രഹ ആ ബ്രാഹ്മണൻ പുത്രസ്നേഹ അനുബദ്ധമന പുത്രനുള്ള സ്നേഹം കൊണ്ട് മനസ്സ് ബന്ധിക്കപ്പെട്ടവനായിട്ട് ആ സമാവർത്തനാത് സംസ്കാരാൻ സമാവർത്തനം വരെയുള്ള സംസ്കാരങ്ങൾ ജാതകർമ്മം മുതൽ അന്നപ്രാശനം കർമ്മവേദം കുറെ സംസ്കാരങ്ങളുണ്ട്. അതുവരെയുള്ള സമസ്ത സംസ്കാരങ്ങളെയും ആ സമാവർത്തനാ ഉപനയനം കഴിഞ്ഞുള്ള ഒരു സംസ്കാരമാണ് സമാവർത്തനം, തിരിച്ചു വിളിക്കൽ എന്നർത്ഥം. ഉപനയനം വിദ്യാഭ്യാസത്തിന് വേണ്ടി ആചാര്യ സമീപത്തിലേക്ക് എത്തിക്കലാണ്. ഉപനീയതൈതി ഉപനയനം. അതിൻ്റെ ബാഹ്യമായ ഒരു യൂണിഫോമാണ് തോലും പൂണൂലും ഒക്കെ ധരിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത്. താൻ ഇന്ന സ്കൂളിലെ വിദ്യാർത്ഥിയാണ് എന്ന് കാണിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു. അതുകൊണ്ട്
അത് കഴിഞ്ഞാൽ പഠിപ്പ് കഴിഞ്ഞാൽ ഈ യൂണിഫോം ഒക്കെ അഴിച്ചു മാറ്റണം. ഒന്ന് എന്ത് ചെയ്യണം, പൂണൂലൊഴിച്ച് ബാക്കിയെല്ലാം തോലൊക്കെ എന്ത് ചെയ്യണം, ഊരിക്കളയണം. തോലാണ് വസ്ത്രമായിട്ട് കണ്ടിരിക്കുന്നത്, അതിനെ ഊരിക്കളയണം. എന്റെ പേരാണ് സമാവർത്തനം എന്ന്. അപ്പൊ പഠിപ്പ് കഴിഞ്ഞ് തിരിച്ചു വിളിച്ചിട്ട് വിവാഹിതനാവാം, അടുത്ത ആശ്രമത്തിലേക്ക് പ്രവേശിക്കാം. ആ സമാവർത്തനം വരെയുള്ള സംസ്കാരങ്ങളെ യഥോപദേശം ഈ തനിക്ക് തന്റെ ഗുരുക്കന്മാർ ഉപദേശിച്ചനുസരിച്ചിട്ട് വിദധാന ചെയ്തു. ഉപനീതഫിച്ച ഉപനീതനായ അവന് പുനഃ വീണ്ടും ശൗച ആചമനാദി കർമ്മനിയമാൻ ശൗച ആചമനാദികളായ കർമ്മനിയമങ്ങളെ ശുദ്ധിയോടെ ചെയ്യേണ്ട ആചമനാദികളായ കർമ്മങ്ങളായ നിയമങ്ങളെ, ശൗചം ആചമനം തുടങ്ങിയിരിക്കുന്ന കർമ്മനിയമങ്ങളെ ശൗച ആചമനാദി കർമ്മനിയമാൻ അനഭിപ്രേതാൻ അഭി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും, അഭിപ്രേതം ഇഷ്ടപ്പെടുക, അനഭിപ്രേതാൻ അഭി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും സമശിക്ഷയത് പഠിപ്പിച്ചു. ഇവനിതൊന്നും താല്പര്യമില്ല ഈ ഭരതൻ, കാരണം ഒന്നിനോടും താല്പര്യമില്ല. അച്ഛന്റെയോ ഗുരുവിന്റെയോ അടുക്കൽ പഠിക്കാൻ ചെന്നിരുന്നാൽ അവരുമായിട്ട് ഭംഗം ഉണ്ടാകും. ഇനി അങ്ങനെ വേണ്ട, ആരോടും ഒരു ഭംഗവും എനിക്ക് വേണ്ട, വേണ്ടതൊക്കെ ജന്മാന്തരങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇനി ഇതൊന്നും വേണ്ട, ആചരിച്ചു പോയാൽ മാത്രം മതി. അതുകൊണ്ട് പക്ഷെ പിതാവിനെ സംബന്ധിച്ച പുത്രനെ ഇങ്ങനെയുള്ള സംസ്കാര കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു കൊടുക്കേണ്ടതാണ്. അത് പിതാവിന്റെ ഒരു കടമയാണ്, ധർമ്മമാണ്. പുത്രനെ എങ്ങനെയുള്ളവനാണെങ്കിലും ഇതൊക്കെ ചെയ്തു വിടുക എന്നുള്ളത് പിതാവിന്റെ കടമയാണ്, സംസ്കാരം. അതുകൊണ്ട് ഇതൊക്കെ ചെയ്തു. ഉപനയനം കഴിഞ്ഞാൽ പിന്നെ വേദം പഠിക്കാൻ തുടങ്ങണമെന്നാണ്. അതിനു വേണ്ടിയിട്ട് ശൗചാചമനങ്ങളെയൊക്കെ എന്ത് ചെയ്തു, പഠിപ്പിക്കാൻ തുടങ്ങപ്പം ഇവനിതൊന്നും താല്പര്യമില്ല. താല്പര്യമില്ലെങ്കിൽ പോലും അനഭിപ്രേതാൻ സമശിക്ഷയത് പഠിപ്പിച്ചു. യത് അനുശിഷ്ടേന ഹി ഭാവ്യം പിതുപുത്രേണേ. അനുശിഷ്ടേന ഉപദേശിക്കുന്നത് കൊണ്ട് അനുശാസനയ്ക്ക് അധീനനായിട്ട് ഭാവ്യം ഭവിക്കാനുള്ള യോഗ്യത ആണ് ഇതി സമശിക്ഷയത്. അതുകൊണ്ട് പഠിച്ചു. ഈ ഒറ്റ കാരണം കൊണ്ടാണ് അവിടെ പഠിക്കാൻ കാരണം. അല്ല തനിക്ക് ഇതൊന്നും താല്പര്യം ഉണ്ടായിട്ടില്ല, പുത്രനാണ് എന്നുള്ളത് കൊണ്ട് പഠിപ്പിച്ചതാണ്. ശാസ്ത്രവിധി അനുസരിച്ചിട്ടാണ് പിതാവ് സമാവർത്തനം വരെയുള്ള എല്ലാ സംസ്കാരങ്ങളും ചെയ്യിച്ചത്. ബാക്കി ചെയ്യിക്കാത്തതുകൊണ്ട് ജഡനാണ്, ഉന്മത്തനാണെന്നുള്ളതുകൊണ്ട് വിവാഹ സംസ്കാരം വേണ്ടെന്ന് വെച്ചു അദ്ദേഹം. അത് പറ്റില്ലല്ലോ, കാരണം മന്ദബുദ്ധിയാണ്, പൊട്ടനാണ്, ഒരു ഭ്രാന്തനെ പോലെ കഴിയുന്നവന്. അവന് വിവാഹം കഴിക്കാനാവില്ലല്ലോ. അതിന് അധികാരമില്ലെന്ന് നിശ്ചയിച്ച് അതുമാത്രം നടത്തിയില്ല. അതുകൊണ്ടാണ് ഉപനീതനായ ശേഷം ശൗചാചമനാദികളായിരിക്കുന്ന കർമ്മങ്ങൾ പഠിപ്പിച്ചു. പുത്രന് അതൊന്നും പഠിക്കാൻ താല്പര്യമില്ലെങ്കിലും പിതാവിന്റെ കടമയാണ് എന്ന് കരുതി അതൊക്കെ പഠിപ്പിച്ചു. തഫ്യാപി ഹവാ ആത്മജഫ്യാം വിപ്രപുത്ര സ്നേഹാനുബദ്ധമനാം ആ സമാവർത്തനാത് സംസ്കാരാൻ യഥോപദേശം വിദധാനാം ഉപനീതഫ്യുജാം പുനഃ ശൗചാചമനാദീൻ കർമ്മനിയമാൻ അനഭിപ്രേതാനപി സമശിക്ഷേത് അനുശിഷ്ടേന ഹി ഭാവ്യം പിതുപുത്രേണേതി. ഭാഗവതൻ ക്ലാസ്സിലാണ്, കഴിഞ്ഞിട്ട് വിളിക്കാം. തഫ്യാപി ഹവാത്മജഫ്യ വിപ്രപുത്ര സ്നേഹാനുബദ്ധമനാം ആ സമാവർത്തനാത് സംസ്കാരാൻ യഥോപദേശം വിദധാനാം ഉപനീതഫ്യുജ പുനഃ ശൗചാചമനാദീൻ കർമ്മനിയമാൻ അനഭിപ്രേതാനപി സമശിക്ഷേത് അനുശിഷ്ടേന ഹി ഭാവ്യം പിതുപുത്രേണേതി. തസ്യാപി ഹവാ ആത്മജഫ്യ വിപ്രപുത്ര സ്നേഹാനുബദ്ധമനാം ആ സമാവർത്തനാത് സംസ്കാരാൻ യഥോപദേശം വിദധാനാം ഉപനീതഫ്യുജ പുനഃ ശൗചാചമനാദീൻ കർമ്മനിയമാൻ അനഭിപ്രേതാനപി സമശിക്ഷേത് അനുശിഷ്ടേന ഹി ഭാവ്യം പിതുപുത്രേണേതി. സചാപി തദുഹാം പിതൃസന്നിധാവേവ
ആവഫദ്ധ്രീജനമിവ അഫദ്ധ്രീജനമിവ കരോതി സ്മാം സചാപി അവനാകട്ടെ തത് ഊഹ അതെല്ലാം ആ പഠിപ്പിച്ചതെല്ലാം പിതൃസന്നിധവും ഏവ പിതാവിന്റെ അടുക്കൽ നിന്ന് തന്നെ അഫദ്ധീചീനം നല്ലതല്ല. ഫദ്ധീചീനം വെച്ചാൽ നല്ലത്. ഫദ്ധീചീനം നല്ലത്, അഫദ്ധീചീനം നല്ലതല്ല എന്ന നിലയിൽ കരോതി സ്മ ചെയ്തു. ഈ പഠിപ്പിക്കുന്ന ഒന്നും നന്നല്ല എന്ന് വിചാരിച്ച്, നല്ലതല്ല ഈ പഠിപ്പിക്കുന്നു വിചാരിച്ച് തന്നെ ഒക്കെ ചെയ്തു. കാരണം ഇതൊക്കെ തന്നെ പഠിപ്പിച്ചുകൊണ്ട് തനിക്ക് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഒരു വക കാട്ടിക്കൂട്ടൽപ്പ് പോലെ പിതാവ് പറഞ്ഞു കൊടുത്തെല്ലാം കേട്ടു പറയുകയും കുറെയൊക്കെ ആചരിക്കുകയും ചെയ്ത് ഉദാസീനായി, ഇതിലൊന്നും തനിക്ക് താല്പര്യമില്ലാത്തവനായിട്ട് കഴിച്ചു. സജാപി തദുഹാപ്യതുസന്നിധാവേവ അവസത്തേവ ആഫദ്ധ്രീചീനമിവ സ്മകരോതി സജാപി തദുഹപ്യതുസന്നിധാവേവ അഫദ്ധ്രീചീനം ഇവ സ്മകരോതി ഛന്ദാംശ്ചാപയിഷ്യൻ സഹ വ്യാകൃതിഭിഃ സ്വപ്രണവ ശിരസ്ത്രിപദീം സാവിത്രീം ഗ്രൈഷ്മവാസന്തികാൻ മാഫാൻ അധീയാനം അപ്യസമവേദരൂപം ഗ്രാഹയാമാസാം. ഛന്ദാംസി അധ്യാപയിഷ്യൻ, വേദങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ ഛന്ദാംസി വേദങ്ങളെ അധ്യാപയിഷ്യൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവനായിട്ട് സഹ വ്യാഹൃതിഭിഹി വ്യാഹൃതികളോട് കൂടിയ സ്വപ്രണവ പ്രണവത്തോടു കൂടിയ ശിരസ്ത്രിപതിയും ശിരഫുള്ള 3 പദങ്ങളുള്ള സാവിത്രി. സാവിത്രിന്റെ ഗായത്രി ഉപദേശിച്ചു. ഗായത്രിക്ക് പ്രണവമുണ്ട്, വ്യാഹൃതി. ഓ എന്ന് പ്രണവം വേണം, ഭൂർ ഭുവ സ്വ എന്ന് വ്യാഹൃതികളുണ്ട്. ഇതോട് കൂടി ഗായത്രി അഭ്യസിച്ചു. പ്രണവശിര, പ്രണവമാകുന്ന ശിരഫോടുകൂടി ത്രിപതിയും 3 പദങ്ങളോട് കൂടിയ 3 പാദങ്ങളോട് കൂടിയ 3 വരികളാണ് 3 പാദങ്ങളോട് കൂടിയ സാവിത്രി. വേദശിരഫായ ഗായത്രി മന്ത്രത്തെ ഗ്രൈഷ്മ വാസന്തികാൻ മാഫാൻ, ഗ്രീഷ്മകാലത്ത് വസന്തകാലത്ത്, ഈ 2 ഋതുക്കളിലാണ് ഈ വേദാധ്യയനത്തിന് പറ്റിയ മാസം. അതുകൊണ്ട് ഗ്രൈഷ്മ വാസന്തികാൻ മാഫാൻ, അപ്പൊ 2 4 മാസത്തോളം, ഒന്ന് ഗ്രീഷ്മകാലത്തിൽ പിന്നൊന്ന് വസന്തകാലത്തിൽ. അധീയാനം അപി, പഠിപ്പിക്കുന്നവനായിരുന്നിട്ടും അസമവേദരൂപം ഗ്രാഹയാമാസ, സമവേദം തുല്യമായി വേണ്ടതുപോലെ, അസമവേദം വേണ്ടതുപോലെ അല്ലാതെ ഗ്രാഹയാമാസ എന്ന് ഗ്രഹിച്ചു. വേണ്ടതുപോലെ അല്ല ഇതൊക്കെ മനസ്സിലാക്കിയത്. ഇതൊക്കെ പിതാവ് പഠിപ്പിച്ചു, പക്ഷെ ഇതൊന്നും പഠിപ്പിച്ചതൊന്നും വേണ്ടതുപോലെ ഉൾക്കൊണ്ടിട്ടില്ല. ഇന്നത്തെ ചില മന്ദബുദ്ധികളായ കുട്ടികളെ പോലെ പഠിപ്പിക്കുന്നതല്ല ഉൾക്കൊള്ളുക. അവരുടെ മനസ്സിൽ മറ്റെന്തെങ്കിലുമൊക്കെ വികാര വിചാരങ്ങളായിരിക്കും. അവരതിൻ്റെ പുറകെ വഴിയുള്ളൂ. ഈ പറയുന്ന കേക്കും മൂളും അത്ര തന്നെ. ഇതൊന്നും അവരുടെ ഉള്ളിലെത്താറില്ല. ആ മട്ടിൽ അസമവേദ രൂപം ഗ്രാഹയാമാഫ അങ്ങനെ ഗ്രഹിപ്പിച്ചു. പിതാവ് പഠിച്ചതൊക്കെ നല്ലതാണെന്ന് കരുതിയാണ് പുത്രനെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. അതെല്ലാം ഒരു വ്രതമായി ശ്രാവണ മാസത്തിലും അതേപോലെ വസന്തകാലത്തിലും ഈ ഋതുക്കളാകുന്ന 4 മാസങ്ങളിൽ ചാതുർമാസ്യമായിട്ട് വേദങ്ങൾ പഠിച്ചിട്ട് സ്വരം പിഴയ്ക്കാതെ പഠിപ്പിച്ചു.
വ്യാകൃതികളോടുകൂടി പ്രണവത്തോടുകൂടി ഗായത്രി പഠിപ്പിച്ചു. ഇതൊന്നും വേണ്ട വിധത്തിൽ ഗ്രഹിച്ചില്ല, പക്ഷെ പഠിപ്പിച്ചു അത്ര. ഛന്ദാംശ്യധ്യാപയിഷ്യൻ ഫഹ വ്യാകൃതഭേ പ്രണവ ശിരസ്ത്രിപദീം സാവിത്രീം ഗ്രൈഷ്മവാസന്തികന്മാഫാൻ അധീയാനമപി അസമവേദരൂപം ഗ്രാഹയാമാഫാം. ഛന്ദാംശ്യധ്യാപയിഷ്യൻ ഫഹ വ്യാകൃതഭേ പ്രണവ ശിരസ്ത്രിപദീം ഗായത്രീം ഗ്രൈഷ്മവാസന്തികന്മാഫാൻ അധീയാനമപി അസമവേദരൂപം ഗ്രാഹയാമാഫാം. ഛന്ദാംശ്യധ്യാപയിഷ്യൻ ഫഹ വ്യാകൃതഭേ പ്രണവ ശിരസ്ത്രിപദീം സാവിത്രീം ഗ്രൈഷ്മവാസന്തികന്മാഫാൻ അധീയാനം അപ്യസമവേദരൂപം ഗ്രാഹയാമാഫാം. ഏവം സ്വതനുജാം ആത്മന്യനുരാഗ ആവേശിതചിത്തഃ ശൗച അധ്യയന വ്രത നിയമ ഗുരുവനന ശുശ്രൂഷണാദ്യ ഔപകുർവാണക കർമാണി അനഭിയുക്തന്യപി സമനുശിഷ്ടേന ഭാവ്യം ഇത്യഫതാഗ്രഹ പുത്രമനുശാസ്യ സ്വയം താവത് അനധിഗത മനോരഥ കാലേന അപ്രമത്തേന സ്വയം ഗൃഹേവ പ്രമത്ത ഉപസംഹൃതാം. ഏവം ഇങ്ങനെ സ്വതനുജ തൻ്റെ തന്നെയായി തീർന്ന പുത്രൻ, സ്വന്തം പുത്രൻ ആത്മനി അനുരാഗാവേശിത ചിത്ത, തൻ്റെ ഉള്ളിൽ പുത്രനോട് അനുരാഗം ആവേശിച്ച മനസ്സോടു കൂടിയവനായിട്ട് ശൗച അധ്യയന വ്രത നിയമം, ശൗചം ശുദ്ധികർമ്മങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്ന്, അധ്യയനം എങ്ങനെ ചെയ്യണമെന്ന്, വ്രത നിയമങ്ങൾ വ്രതാനുഷ്ഠാനം എങ്ങനെ വേണമെന്ന്, സന്ധ്യാവന്ദനാദികളുടെ ക്രമം എങ്ങനെയാണ് എന്ന്, ശൗച അധ്യയന വ്രത നിയമം, സന്ധ്യാവന്ദനങ്ങൾ വേണ്ട നിയമങ്ങളാണ്. നിയമം ഗുരു അനല ശുശ്രൂഷണാദി, ഗുരുവനല ശുശ്രൂഷണാദി, ഗുരുക്കന്മാരെ ശുശ്രൂഷിക്കുക, പൂജിക്കുക, അഗ്നിഹോത്രം മുതലായവ ചെയ്ത് അഗ്നി ശുശ്രൂഷിക്കുക. ഇത് രണ്ടും ഗുരു അനല ശുശ്രൂഷണാദി. ഔപകുർവാണക കർമാണി, ഉപകുർവാണകങ്ങളായ കർമ്മങ്ങൾ, അത് വേദത്തിൽ പറയുന്ന ഒരു വാക്കാണ്. കാലാവധി നിശ്ചയിക്കുന്ന കർമ്മമാണ് ഔപകുർവാണകം. 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 1 പക്ഷം കൊണ്ട് എന്നൊക്കെ വേദത്തിൽ വിധിക്കുമ്പോൾ കാലാവധി സൂചിപ്പിക്കുന്ന ചില കർമ്മങ്ങളുടെ പേരാണ് ഉപകുർവാണകം എന്ന്. ആ ഔപകുർവാണകമായ കർമ്മങ്ങളെ അനഭിയുക്താനി അപി, അതിനോടൊന്നും ഒരു താല്പര്യമില്ല, ആണെങ്കിൽ പോലും സമനുശിഷ്ടേന ഭാവ്യം, പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. താല്പര്യമില്ലാത്തവരെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണമല്ലോ, പുത്രനായി പോയില്ലേ, ഒരു പിതാവിന്റെ കടമയാണ്. അങ്ങനെ ഭാവ്യം കവിപ്പിക്കേണ്ടതാണ്. ഇത് ഫലാഗ്രഹം, നല്ലൊരാഗ്രഹമാണ്. പുത്രം അനുശാസ്യ, അങ്ങനെ പുത്രനെ പഠിപ്പിച്ചിട്ട് സ്വയം താവത് അനധിഗത മനോരഥ, എന്നിട്ടും തന്റെ മനോരഥം പൂർണ്ണമായില്ല. വേണ്ടതുപോലെ ഈ പുത്രൻ പഠിച്ചിട്ടില്ല. വീണ്ടും വീണ്ടും പഠിപ്പിച്ചിട്ടും തന്റെ ആഗ്രഹം സാധിക്കാത്തവനായിട്ട് കാലേന അപ്രമത്തേന, ഇളകി നടക്കാത്ത കാലം കൊണ്ട് ജാഗരൂകമായ കാലസ്വരൂപനാൽ സ്വയം ഗൃഹേ ഏവ, തന്നെത്താൻ വീട്ടിൽ തന്നെ പ്രമത്തനായി വിഷയത്തിൽ മനസ്സിരിക്കാൻ സാധിക്കാത്തവനായിട്ട് ഉപസംഹൃത, ജീവിതം ഉപസംഹരിച്ചു, മരിച്ചു എന്നതിന് പകരം പറഞ്ഞൊരു വാക്കാണ് ഉപസംഹൃത, ഉപസംഹരിച്ചു. ഇങ്ങനെ ആ പിതാവ് ജീവൻ പിടിക്കും. ഒരു പിതാവിന്റെ കടമ മുഴുവൻ നിർവഹിച്ചതിന് ശേഷമാണ്. പിതാവിന് പുത്രന്മാരോട് അനുരാഗം ഉണ്ടാകാം, സ്വാഭാവികമാണ്.
അതുകൊണ്ട് ആ അനുരാഗത്തിന്റെ തികവാണ് പുത്രനെ പഠിപ്പിക്കണം. പഠിപ്പിക്കേണ്ടത് എന്തൊക്കെയാണ്? ശൗചകർമ്മങ്ങൾ, എങ്ങനെ ശുദ്ധമായി ജീവിക്കണമെന്ന്, അധ്യയനം ചെയ്യല്, എങ്ങനെ വേദം പഠിക്കണമെന്ന്, എങ്ങനെ ഒരു വ്രതം ആചരിക്കണമെന്ന്, എങ്ങനെ സന്ധ്യാവന്തനങ്ങൾ ചെയ്യണമെന്നുള്ള ചിട്ട, എങ്ങനെ ഗുരുവിനെ സൂക്ഷിക്കണമെന്ന്, എങ്ങനെ അഗ്നി ആരാധിക്കണം എന്നൊക്കെയാണ് ആദ്യം പഠിപ്പിച്ചത്. ഇതൊക്കെ പഠിപ്പിച്ചിട്ടും ഇതൊന്നും അവൻ പഠിക്കുന്നില്ല. കേട്ടുവിടും, അത്ര. അടുക്കളയിരിക്കും 2-3 മണിക്കൂർ അടുക്ക ഇന്നെല്ലാം മൂടി കേൾക്കും, അത്ര. അങ്ങനെ തന്റെ നിർബന്ധത്തെ വെച്ചുകൊണ്ട് താൻ വളരെ പണിപ്പെട്ടു എങ്കിലും സ്വന്തം മനോരഥം സാധിച്ചു. അപ്പോഴാണ് ആർക്കും അതിക്രമിക്കാനാവാത്ത കാലശക്തി അതിവേഗത്തിൽ വന്ന് പിതാവ് ഗൃഹത്തിൽ വസിക്കുന്ന കാലത്ത് ആത്മാവിനെ അറിയുന്ന കാര്യത്തിൽ മനസ്സിരുത്താതെ ആയുഷ്കാലം അവസാനിച്ചു. അദ്ദേഹം ജന്മം ഉപേക്ഷിച്ചു. ഏവം സ്വതനുജ ആത്മന്യനുരാഗാവേശിത ചിത്തഃ ശൗചാധ്യേന വ്രതനിയമ കുർവനല ശുശ്രൂഷണാദ്യ ഉപകുർവാണക കർമ്മണ്യനഭിയുക്തന്യഭീഫമനുഷിഷ്ടേന ഭാവ്യം ഇത്യപദാഗ്രഹ പുത്രമനുശാസ്യ സ്വയം താവത് അനധിഗത മനോരഥ കാലേന അപ്രമത്തേന സ്വയം ഗൃഹേവ പ്രമത്ത ഉപസംഹൃതഃ ഏവം സ്വതനുജ ആത്മന്യനുരാഗ ആവേശിതചിത്ത ശൗചാധ്യേനം വ്രതനിയമ കുർവനല ശുശ്രൂഷണാദ്യ ഉപകുർവാണക കർമാണ്യനഭിയുക്തന്യഭീഫമനുഷിഷ്ടേന ഭാവ്യം ഇത്യപദാഗ്രഹ പുത്ര അനുശാസ്യ സ്വയം താവത് അനധിഗത മനോരഥ കാലേന അപ്രമത്തേന സ്വയം ഗൃഹേവ പ്രമത്ത ഉപസംഹൃത ഏവം സ്വതനുജ ആത്മന്യനുരാഗ ആവേശിതചിത്ത ശൗചാധ്യേന വ്രതനിയമ കുർവനല ശുശ്രൂഷണാദ്യ ഉപകുർവാണക കർമാണ്യനഭിയുക്തന്യഭീഫമനുഷിഷ്ടേന ഭാവ്യം ഇത്യപദഗ്രഹ പുത്രം അനുശാസ്യ സ്വയം താവത് അനധിഗത മനോരഥ കാലേന അപ്രമത്തേന സ്വയം ഗൃഹേവ പ്രമത്ത ഉപസംഹൃത. അങ്ങനെ പിതാവില്ലാത്ത പുത്രനായിട്ട് ഭരതൻ ഇനി വളരുന്നത് എങ്ങനെയാണ് നമുക്ക് അടുത്ത ദിവസം കാണാം. നമ്മുടെ സമയം ഏതാണ്ടായിരിക്കും എന്ന് ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ സാറ് മൃഗശരീരം കഴിഞ്ഞിട്ട് ജഡഭരതനായിട്ട് തന്നെയല്ലേ ജനിച്ച്? അതല്ലേ ഇടയ്ക്ക് വേറെ ജന്മമൊന്നും ഇല്ലല്ലോ. ഏത്? മാനിന്റെ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ജന്മം ജഡഭരതനാണല്ലോ അല്ലേ? അതല്ലേ ഇപ്പൊ പറഞ്ഞോണ്ടേ. അല്ലേ? അപ്പൊ 3 ജന്മം ആവുന്നുണ്ടോ സാറേ? ആദ്യം ഇദ്ദേഹം രാജർഷിയായിട്ട് ജനിച്ചു, ശരിക്കും ഭരതനായിട്ട്. ആയിട്ട്. രണ്ടാമത് മാൻകുട്ടിയായിട്ട് ജനിച്ചു. അല്ല, മാൻകുട്ടിയായിട്ടുള്ള ബന്ധം കൊണ്ട് അതുമായിട്ട് ചേർന്ന് പോയി. ഇപ്പൊ അതുകൊണ്ട് മാനായിട്ട് തന്നെ വീണ്ടും ജനിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ രണ്ടാമത്തെ ജന്മമാണ് മാൻ. പക്ഷെ അദ്ദേഹം മാനായിട്ട് കൂടിച്ചേർന്ന് ആ ജന്മം കഴിച്ചു മുഴുവൻ, രാജർഷിയായിട്ടല്ല. അതുകൊണ്ട് നമ്മളെ ദൃഷ്ടിയിൽ പോകുന്നേ ഉള്ളൂ, ആധ്യാത്മ ദൃഷ്ടിയിൽ 4 ഉണ്ട്. ശരി, അങ്ങനെ. ഇപ്പൊ 4ാമത്തെ ജന്മത്തില് മോശം കിട്ടുന്നുള്ളൂ അല്ലേ? അല്ലെ, അതായത് ഈ ഭരതനായിട്ടിരിക്കുമ്പോഴും ആധ്യാത്മിക ജീവിതം നയിക്കുമ്പോഴും മാനിന്റെ ജീവിതം നയിച്ചു എന്നാണോ? അങ്ങനെ ഒരു ജന്മം കൂടെ അദ്ദേഹം ഉണ്ടായി എന്നാണോ പറയുന്നത്? അതെ 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 അതെ. കാരണം തന്റെ രാജർഷിത്വം ഉപസംഹരിച്ചു, ഇല്ലാതാക്കി. ശരി. അത് കഴിഞ്ഞിട്ട് ആ ശരീരത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് മാനായിട്ട് ജീവിച്ചു. അതുകൊണ്ടാണ് പിന്നത്തെ ജന്മത്തിൽ മാനായിട്ട് തന്നെ ജനിച്ചു. അതിനുശേഷമാണ് ജഡഭരതനായിട്ട്. ശരി.
ആർക്കും സംശയങ്ങളൊന്നും ഇല്ലായിരിക്കാം അല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് പ്രസംഗിക്കാം. നാളെ വീണ്ടും കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. നമസ്തേ. നമസ്തേ സർ. നമസ്തേ. നമസ്തേ. നമസ്തേ സാർ. നമസ്തേ സർ.